പോയേക്കുന്നു. ഹോസ്പിറ്റലിൽ കയറി കയറി മടുത്തെനിക്ക്. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഇതിന്റെ കാര്യം ഉണ്ടെന്ന് ഡോക്ടറല്ലേ പറഞ്ഞത്? ഇട്ടില്ലെങ്കിൽ കഴുത്ത് താഴോട്ട് പോകും. കഴുത്തല്ല താന്നു പോണ്ടത്, നിങ്ങൾ ഒന്നാകെ താന്നു പോണം. യൂട്യൂബിൽ വൈറലാവാൻ വേണ്ടിട്ട് ആരെങ്കിലും പ്ലാവിന്റെ മൂട്ടി തൂങ്ങി ചാവാൻ നിക്കോ? എടി ഞാൻ തൂങ്ങി താമസം അല്ല, പിന്നെ ഞാനേ തൂങ്ങി ചാവുന്നതായിട്ട് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് വൈറലാവാൻ ശ്രമിച്ചതല്ലേ. അങ്ങനെ നിക്കണെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിന് വെക്കണ്ടേ? ഹെൽപ്പിന് വെച്ചായിരുന്നല്ലോ. ആരെ? അപ്പുറത്തെ ബിജുവിന്റെ പൊക്കമുള്ള നമ്മുടെ മോനെ. എന്നിട്ടെന്താ ഞാൻ തൂങ്ങാൻ കയറി അങ്ങോട്ട് നിന്നതും ഐസ് പെട്ടി വന്നു. അവൻ ഐസ് മേടിക്കാൻ പോയി. അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ണും തള്ളി തഴ കിടക്കുക. എന്റെ അടുക്ക ചോദിക്കുക, അച്ഛാ 10 രൂപ വരുന്ന, ഞാൻ ഐസ് മേടിച്ചിട്ട്. ഈശ്വര ഭഗവാൻ, ഇത്രയും സ്നേഹമില്ലാതെ പോയല്ലോ നമ്മുടെ മോന്. അവന് സ്നേഹമില്ലെന്ന് നിനക്ക് സ്നേഹമുണ്ടോ? എടി എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നടുവും തല്ലി കിടക്കുമ്പോ എന്നെ വന്നല്ലേ പിടിക്കേണ്ടത്. അപ്പൊ മേളിൽ വീണ കുഴ ഒടിച്ചോണ്ട് നീ ആടിന് കൊടുക്കാൻ കൊണ്ടുപോയില്ലേ? അതെ, ആടിന് കൊടുക്കാൻ പോവും, കൊടുക്കാൻ പോവും. മട്ടൻ 1 കിലോന് 800 രൂപ വില. ഈ പൊട്ടനെ കൊടുത്താൽ വല്ലതും കിട്ടും. പൊട്ടനല്ല കുട്ടൻ. ആ, രണ്ടും കണക്കന്നെ. എടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു വിളിച്ചിട്ട് നീ ഒന്നും എത്തി ഒന്നും നോക്കിയത് പോലില്ലല്ലോ. ആര് പറഞ്ഞു നോക്കിയില്ലാന്ന്? നിങ്ങൾ അവിടെ നിന്ന് ചന്തിയേന്ന് വിളിച്ചപ്പോ ഞാൻ ഒന്ന് നോക്കി. നിങ്ങളുടെ ചന്തിക്ക് ഒരു കുരു ഞാൻ കണ്ടില്ല. എടി ചന്ദ്രിക എന്നാ വിളിച്ചത്. കുരുക്കിന്റെ എഫക്ട് കാരണം കാ പുറത്തേക്ക് വന്നില്ല. ആ, കുരുങ്ങി കിടന്നാ കാ പുറത്തോട്ട് വരില്ല. നമ്മൾ തോട്ടിയിട്ട് വലിക്കണം, അപ്പളേ കാ കിട്ടും. ഈ തമാശ നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല കുട്ടേട്ടാ. ഓ, സമാധാനായി. ഞാൻ സഹിച്ചാ മതിയല്ലോ. അപ്പൊ എന്നെ ഇതുവരെ സഹിക്കാണല്ലേ? എന്റെ സ്നേഹം എന്താന്ന് കുട്ടേട്ടന് മനസ്സിലായി? അറിയാം, സ്നേഹം കൊണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ വീണ സ്ഥലത്ത് എന്റെ പാദസ്പർശം ഏറ്റ മണ്ണ് വാരി കവറിനകത്ത് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അയ്യോ, അത് അതുകൊണ്ടൊന്നല്ല. ഞാൻ 2 ദിവസം മുമ്പ് അവിടെ ചീരവെത്ത് ഭാവി ഉണ്ടായിരുന്നു. അത് നശിച്ചു പോണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ മണ്ണെടുത്ത് മാറ്റി വെച്ചതല്ലേ കുട്ട. അപ്പൊ സ്നേഹമില്ലാത്തോളെ നിന്റെ ഇളക്കാനല്ലോ അയലത്തുകാരും. എടി ഞാൻ ആശുപത്രി കിടന്നപ്പോ അയലത്തുകാരെല്ലാം കൂടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചെന്ന് കേട്ടല്ലോ. പടക്കം പൊട്ടിച്ചാ? അയ്യോ കുട്ടേട്ട, അത് പടക്കം പൊട്ടിച്ചതല്ല. കുട്ടേട്ട പ്ലാവിന്റെ പോളിന്ന് പൊട്ടി വീണില്ലേ? അപ്പൊ ചക്ക ഒരുപാട് വീണല്ലോ. അങ്ങനെ ചക്ക വീണപ്പോ ചക്കക്കുരു എല്ലാം കൂടി വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ അയൽവക്കക്കാർക്ക് കൊടുത്ത്. അപ്പൊ അതിന്റെ ആഘോഷമായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആ ചക്കയെന്ന് ഞാനൊരു ചക്കച്ചുളയോ ഒരു ചക്കക്കുരുവോ ഞാൻ തിന്നിട്ടില്ല. അതിന്റെ ഒരു സമാനം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഇറക്കി വിട്ടില്ല. കുട്ടേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ല. അവരൊക്കെ ആഘോഷിച്ചപ്പോഴും ഞാനേ ഉണ്ടായുള്ളൂ. കുട്ടേട്ടൻ ആംബുലൻസ് കയറ്റാനും കരയാനും. ആംബുലൻസ് കയറുന്ന എഫം വരില്ലെന്ന് പറഞ്ഞ ആംബുലൻസ് ഡ്രൈവറെ തെരുവിളിച്ച മോളാ നീ. അതിന് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എന്നിട്ട് ഞാൻ ഇന്നവരെ നിന്നെ ഡൈവേഴ്സ് ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങ് പറ. എടി ഞാൻ ആശുപത്രി ചെന്നപ്പോ ഞാൻ മോളിൽ വീണയാന്ന് പറയുന്നതിന് പറയാൻ ഞാൻ വിഷം കൂടെ കഴിച്ചിട്ടുണ്ടെന്ന് എന്തിനാ പറഞ്ഞേ? അത് ഞാൻ വയറ് ഇതുവരെ കഴുകുന്നത് കണ്ടിട്ടില്ല കുട്ടേട്ടാ. ഇതാകുമ്പോ ഫ്രീ ആയിട്ട് വയറ് കഴുകുന്നത് കാണാലോ. ഹാർട്ട് ഓപ്പറേഷൻ കണ്ടിട്ടില്ല എന്ന് പറയായിരുന്നു ഭാഗ്യമായി.